നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് പേപ്പർ അടിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ അടിക്കുക, പിന്നല്ല കൈ കോൾ വെച്ച് വെക്കാനോ എടുക്കേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ എടുക്കേ ഇതെന്താ തോന്നിയാ സാർ? മനുഷ്യരെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക കോഴിക്കാണ് പറഞ്ഞത്. കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക, ആര വന്നിറങ്ങുന്നത്, എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക, എന്നിട്ട് നിങ്ങൾ ഗതാഗതം പ്രതിയാക്കുക. എന്ത് ചെയ്യാനല്ലേ നിങ്ങൾ കസ്റ്റഡി താഴെ വാ. നിനക്കെന്താ റോള്? നിനക്കെന്താ റോള്? എന്തിനാ വിളിച്ചോണ്ട് വന്നേ? ആന ചത്തു നീ എന്ത് ചെയ്തു? അല്ല, എനിക്ക് അങ്ങനെ തീർക്കൊന്നും വേണ്ട, എനിക്ക് കൊടുത്തതിന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തോളാം. തോന്നിയ ദിവസം നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ ഇവർക്ക് ആന ചത്തെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങണ്ടേ? ഇലക്ട്രിസിറ്റിക്കാർ പോയി. കോന്നി MLA KU ജനീഷ് കുമാർ പോലീസ് സ്റ്റേഷനിൽ കയറി നടത്തിയ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത്. വലിയ രീതിയിൽ അത് വൈറലാവുകയാണ്, ജനപിന്തുണ ലഭിക്കുകയാണ് അദ്ദേഹത്തിന്. അല്ല, ജനപിന്തുണ പലപ്പോഴും ഗുണ്ടായസിന് ജനപിന്തുണ ലഭിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ നിലയ്ക്ക് ഇതിൻ്റെ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഒരു MLA പെരുമാറ്റത്തിൻ്റെ സഭ്യതയാണ് വിഷയം. ഒരു MLA ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാമോ? ഒരു MLA ഇത്തരത്തിലൊരു സർക്കാർ സ്ഥാപനത്തിൽ കടന്നിട്ട് അവിടെ ഞാൻ പുള്ളിയെല്ലാം കത്തിക്കുന്നൊക്കെ പറയും. ഇയാളാരെ കത്തിക്കാനായിട്ട്? MLA ആരെ കത്തിക്കാനായിട്ട്? നക്സലുകൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഈ നക്സലുകാർ ആരെന്ന് ഇയാളൊന്ന് വ്യക്തമാക്കണം. ഇയാൾക്ക് നക്സൽ പ്രസ്ഥാനമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന കോന്നി MLAക്ക് നക്സൽ പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തിന് അവര് പാലൂട്ടി വളർത്തുന്ന ഇയാളാണ്. നിരോധിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് നക്സലുകൾ. ആ നക്സലുകളെ കൊണ്ട് ജനങ്ങൾക്ക് ധാരാളം ദ്രോഹങ്ങളുണ്ട്. അതിനകത്ത് മുഴുവൻ പിന്തുണ കൊടുക്കുന്ന ഈ പറഞ്ഞ ജനീഷാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം 1967 EM ശങ്കര നമ്പൂതിരിപ്പാട് കേരളം ഭരിക്കുന്ന സമയത്താണ് കേരളത്തിൽ നക്സൽ പ്രസ്ഥാനം ഉണ്ടായത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന നിരവധി യുവാക്കന്മാര് ഏറ്റവും കൂടുതൽ ആശയേറ്റിട്ടുണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ് നക്സൽ പ്രസ്ഥാനം. അങ്ങനെയാണ് ഫിലിപ്പം പ്രസാദ് ഉണ്ടായത്, അങ്ങനെയാണ് വർഗീസ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയാണ് അജിത ഉണ്ടായത്, അങ്ങനെയാണ് കുന്നിക്കൽ നാരായണൻ ഉണ്ടായത്, അങ്ങനെയാണ് മന്ദാകിനി ഉണ്ടായത്. ഈ തരത്തിൽപ്പെട്ട നിരവധി ആളുകള് അക്കാലത്ത് നക്സൽ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം EMSന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ്. ഇന്നിപ്പോ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ജനീഷ് ഇത്തരത്തിൽ പറഞ്ഞെങ്കിൽ എനിക്ക് എതിർപ്പില്ല. അല്ലെങ്കിൽ ശരിയല്ല, അല്ലെങ്കിൽ സാമാന്യ മര്യാദകേടാണത്. പിണറായി വിജയന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ വലിയ പരാജയമാണ്. ആന അവിടെ എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിപ്പുകേടാണ്, അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിഷ്ക്രിയമാണ്, അതുകൊണ്ടാണ് ഇയാളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെയാണ് ജനീഷ് ധരിക്കുന്നതെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, ഒരു MLA, ഒരു ജനപ്രതിനിധി, ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിൽ തന്നെ ഉപയോഗിക്കാവുന്ന വാക്കുകൾക്ക് ചില കണക്കുകളുണ്ട്. ഇയാളെ കത്തിക്കുന്നൊക്കെ പറയുന്നത് ഇയാളെ MLA ആരാ പറയാനായിട്ട്? അങ്ങനെ ഇയാളെ കഴിവുകേടല്ലേ ഇതിന് പ്രശ്നമുള്ളത്? ഇയാള് കഴിവുള്ള ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ ചെയ്യാൻ സാധിക്കുന്ന പ്രഗത്ഭന്മാരായിരിക്കുന്ന കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കുറച്ചുപേരെ കസ്റ്റഡിയിലെടുത്തു. ആ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അവർക്ക് നോട്ടീസ് നൽകിയിട്ടില്ല, കൃത്യമായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ചെയ്തത്. ഇത് ചോദ്യം ചെയ്യാനാണ് ഈ MLA പോലീസ് സ്റ്റേഷനിലെത്തിയത്, പോലീസിനോട് തട്ടിക്കയറിയത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കസ്റ്റഡി മരണങ്ങളൊക്കെ നിരവധിയായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസ് സേന ഇത്തരത്തിൽ നല്ല ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും വളരെ ആ സേനയെ തന്നെ വൃത്തികേടിലേക്ക് നയിക്കുന്ന, അവരെ പേര് ദോഷം കേൾപ്പിക്കുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ അത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, പോലീസിന്റെ നടപടിക്കെതിരെയല്ലേ ഈ MLA വിരൽ ചൂണ്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനം ഇപ്പോൾ അദ്ദേഹത്തിന് ഇതാണ് MLA എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്നത്. അല്ല, അതിനാണ് പ്രതിപക്ഷം പറയുന്നതും. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിന് ജനീഷ് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയതെന്ന് ഞാനത് അംഗീകരിക്കുകയാണ്. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താമോ? കത്തിക്കെന്ന് പറയാൻ ഒരു MLAക്ക്, ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട MLAക്കും അതിന് അധികാരമുണ്ടോ? ഒരു രാഷ്ട്രീയ പ്രവർത്തന അധികാരമുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ.
പോലീസ് സ്റ്റേഷൻ കത്തിക്കുക, ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുക. ഇയാളൊരു ജനപ്രതിനിധിയല്ലേ? പരനാറി എന്ന് പബ്ലിക്കലി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയൻ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇയാള് പിണറായി വിജയന്റെ അതേ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ് അതിനർത്ഥം. പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ച പോലെ, അല്ലെങ്കിൽ നികൃഷ്ടജീവി എന്ന് വിളിച്ച പോലെ തന്നെയുള്ള മറ്റൊരാളാണ് ഈ പറയുന്ന ജിനീഷ് കുമാർ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ രണ്ടും തെമ്മാടിക്കൂട്ടങ്ങളാണ്. അതിന്റെ പേരിലാണല്ലോ പറയുന്നത് നാളെ നക്സലുകൾ വരും. ഇയാളെ പറഞ്ഞിട്ടാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ നക്സലുകളിൽ ഇയാളാണ് പറഞ്ഞയക്കുന്നത്. ഇവിടെ വയനാട്ടിലേക്ക് അയച്ച് ഇയാളാണോ അയച്ചത്? അങ്ങനെയാണെങ്കിൽ ജിനീഷിന് അതിനകത്തൊക്കെ വലിയ പങ്കുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട എന്റെ ആവശ്യം തോന്നുന്നത് ജനീഷിനെ കുറിച്ച് അന്വേഷണം നടത്തണം. ഈ പറയുന്ന MLA പറയുന്ന ഒന്നുകിൽ ഭോഷ്കാണ്, അല്ലെങ്കിൽ അഹങ്കാരമാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇതുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. എന്നിട്ട് ഇതിലിപ്പം ആളുകൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കയ്യടി, ഇദ്ദേഹം ഇത്രയും മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടും അംഗീകരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ആളുകൾക്കറിയാം ഏത് രീതിയിലാണ് അത്തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് പോലീസുകാർ, പല പോലീസുകാരും എല്ലാവരും അല്ല, ജനങ്ങളോട് പെരുമാറുന്നത്. അഹങ്കാരം, വളരെ വല്ലാത്ത രീതിയിലുള്ള അഹങ്കാരവും ഏകാധിപത്യ പ്രവണത. പോയിട്ട് ഒരു കാര്യം പറയാൻ തന്നെ പേടിയാണ് പോലീസ് സ്റ്റേഷനിൽ കയറാന്ന് പറയും. ഈ തുടരും എന്ന് പറയുന്ന മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയും അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, പോലീസുകാരുടെ ഒരു വൃത്തികെട്ട ഒരു സമീപനവും കുറിച്ചാണ് ആ സിനിമ അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതൊരു ഭരണത്തിന്റെ കെടുകാര്യസ്ഥയുടെ ലക്ഷണം മാത്രമാണ്. ഈ 10 വർഷക്കാലം കൊണ്ട് ഏകദേശം കേരളം ഭരിക്കുന്ന, നിരവധി വർഷക്കാലത്തോളം MLA ആയിരിക്കുന്ന ജനീഷിന് ഇത്തരം വിഷയങ്ങളെ യഥാസമയത്ത് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധ്യമായില്ല. അതെല്ലാം കഴിവുകേടാണ്. ഒരു MLA ആളുകളുടെ മുമ്പിൽ കിടന്നിട്ട് ഈ സിനിമാ താരത്തെ പോലെ കളിക്കുന്നതല്ല, അയാളുടെ മിടുക്കാതല്ല. അയാൾ യഥാസ്ഥാനത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ധരിപ്പിക്കണം, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലപ്പെട്ടവരോട് ധരിപ്പിക്കണം. എനിക്ക് തോന്നുന്നത് MLA കരുതിയത് പോലീസുകാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, അവരുടെ അതേ ഭാഷയിൽ പെരുമാറുക എന്നതായിരിക്കും. ഇതിപ്പോ അയാൾ ഗണേഷ് കുമാറിന്റെ സ്റ്റൈൽ എടുത്താണ്, ഒരു സിനിമാ താരത്തിന്റെ സ്റ്റൈൽ എടുത്താണ്. ഈ താരത്തിന്റെ സ്റ്റൈൽ എടുക്കൽ ജനപ്രതിനിധിക്ക് ഭൂഷണമല്ല. ജനപ്രതിനിധി ചെയ്യേണ്ടത് ഒരു വിഷയത്തില് യഥാസമയം ഇടപെട്ട് അതിന് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യിക്കാൻ അയക്ക് സാധിക്കണം. അയക്കെന്തുകൊണ്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞുകൂടാ? അയക്കെന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് DGPയോട് സംസാരിച്ചുകൂടാ? എന്തുകൊണ്ട് SP യോട് സംസാരിച്ചുകൂടാ? ഇയാൾ അവരോട് സംസാരിച്ചില്ലല്ലോ. ഇയാൾ സിനിമാ സ്റ്റൈലിൽ കളി കളിക്കല്ലേ ഇത്? അതിന് കാരണം ഇയാൾക്ക് ആവശ്യം താൽക്കാലിക കയ്യടിയാണ് ആവശ്യം. ഈ താൽക്കാലിക കയ്യടികളൊന്നും ഒരു വിഷയവും പരിഹരിക്കാൻ പര്യാപ്തമല്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ജനീഷിന് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശമില്ല. ആരെ കസ്റ്റഡിയിലെടുത്താൻ അയക്ക് വിരോധമില്ല, ആര് മരിച്ചാലും അയക്ക് സങ്കടമില്ല. അത് ആന മരിച്ചാലും കൊള്ളാം, ആള് മരിച്ചാലും കൊള്ളാം, അയാളെ സംബന്ധിച്ച് ഒരേപോലെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ തൽക്കാലത്തേക്കുള്ള ഒരു അഭ്യാസം നടത്തിയത് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അയാൾക്ക് ഇക്കാര്യത്തില് വലിയ ബന്ധങ്ങൾ അയാളെ സംബന്ധിച്ചുണ്ട്. ആ ബന്ധമുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത് ജനീഷ് കുമാറിന് ഇത്തരം അവിഹിതമായിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം. അയാൾ കുറ്റവാളികളെ ശിക്ഷിക്കണം. അയാൾ കത്തിക്കുന്നൊക്കെ പറയുന്നത് പോലീസ് സ്റ്റേഷൻ കത്തിക്കുക. ഇയാള് ഏത് നാട്ടുകാരനാണ്? ഇയാളെ പോലെ തന്നെ അവിടെ പോലീസുകാർക്ക് ഇവിടെ വീഴ്ച പറ്റിയില്ലേ? പോലീസുകാർക്ക് വീഴ്ച പറ്റട്ടെ. ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാനാണല്ലോ ഇവിടെ MLA ഉള്ളത്, അതിനാണല്ലോ SP ഉള്ളത്, അതിനാണല്ലോ DGP ഉള്ളത്, അതിനാണല്ലോ ആഭ്യന്തര വകുപ്പിന് സെക്രട്ടറി ഉള്ളത്, അതിനാണല്ലോ കേരളത്തിന് മുഖ്യമന്ത്രി ഉള്ളത്. ഇയാൾ ഭരണകക്ഷിപ്പെട്ട ആളാ. ഇയാളെ പ്രതിപക്ഷക്കാരനൊന്നും അല്ലല്ലോ. ഇയാൾ പ്രതിപക്ഷക്കാരനും അല്ല, സ്വാധീനമില്ലാത്ത ആളുമല്ല. ഇയാൾക്ക് വലിയ സ്വാധീനമുള്ള ആളാണ്. നിയമം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതുകൊണ്ടല്ലേ നിയമം കയ്യിലെടുക്കാൻ പലർക്കും തോന്നുന്നത്. ആ നിയമം കയ്യിലെടുക്കേണ്ടത് ആരാണെന്നുള്ളതാണ് പ്രശ്നം. ഭരിക്കുന്ന കക്ഷിയുടെ MLA നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിക്രമം എന്നാണ് പറയുക. ഇയാള് ക്രിമിനലാണ് ഈ പറയുന്ന MLA. നിങ്ങൾ സാധാരണ പ്രതിപക്ഷക്കാരൻ പറയുന്ന മാതിരിയല്ല. ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ഒരു MLA വന്നിട്ട് പറഞ്ഞു എന്നിരിക്കട്ടെ, നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം. ഒരു MLA അല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. ഇത് മറിച്ച് ഭരിക്കുന്ന കക്ഷിയുടെ MLA ആയിട്ടുള്ള ആള് വന്ന് പോലീസ് സ്റ്റേഷനിലുള്ള ഇയാളെ ഭീഷണിപ്പെടുത്തണം, അവരെ കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇയാളെ കത്തിച്ചാലോ? ഇയാൾ കത്തിച്ച ഇവിടെ ആരാ? ഇയാൾക്കെതിരായിട്ട് എന്താ നടപടി എടുക്കുക? ഇയാൾ കത്തിക്കാൻ ഇയാൾ ആരാ? അപ്പൊ ഇയാൾക്ക് കയ്യടി കിട്ടുന്നതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇഷ്ടം പോലെ മാർസിസ്റ്റുകാരും അത്യാവശ്യം ഒരുപാട് ഗുണ്ടകളുടെയൊക്കെ സ്വാധീനം ഇയാൾക്കുണ്ട്. ആ ഗുണ്ടകളുടെ സ്വാധീനത്തിന്റെ പുറത്താണ് ഇയാൾ ഇത്തരം വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങള് കേരള മുഖ്യമന്ത്രിയുടെ അതേ ഭാഷ തന്നെ ഇയാൾ ഭരണകക്ഷിയിൽ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചെന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ്. ഇയാൾ അങ്ങനെയല്ല. ഇയാള് ഭരണകക്ഷിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒരു ഗുണ്ടാ സ്വഭാവമാണ് എന്ന് പറയാറുണ്ടല്ലോ. അല്ല, പിണറായി വിജയനേക്കാളും ഗുണ്ടാ സ്വഭാവമാണ് ഇയാൾക്കുള്ളതെന്ന് പറയേണ്ടി വരും.
കാരണം പിണറായി വിജയൻ പറഞ്ഞ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ്. അങ്ങനെ പ്രതിപക്ഷത്ത് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറിച്ച് ഭരണകക്ഷിയിൽ ഒരാൾ പറഞ്ഞാലോ, ഭരണകക്ഷിയിൽ ഒരാൾ കത്തിക്കുന്നു പറഞ്ഞ് കത്തിച്ചാലോ ഇയാൾ നാളെ പോലീസ് സ്റ്റേഷനിൽ എത്തി ഇവിടെ ആരെ നടപടി എടുക്കുക? ഇയാൾ ആരെങ്കിലും ചോദ്യം ചെയ്യോ? പുള്ളി തന്നെ വേറൊരു നക്സലായി മാറി തീർന്നു എന്നാണ് അങ്ങ് പറയുന്നത്. എന്റെ വിശ്വാസം ഇയാൾക്ക് നക്സൽ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ നക്സലുകൾ ഇപ്പൊ അയക്കുന്നൊക്കെ പറയുന്നത്. ഇത് ജനങ്ങളെ കൈയടി മേടിക്കാനുള്ള പരിപാടി മാത്രമല്ല, ഇയാളുടെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഇതിനകത്ത് പ്രശ്നമാണ്. ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരിക്കും. നമ്മുടെ നിയമം കൃത്യമായിട്ട് നാട്ടിൽ പുലരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ചോര തിളക്കില്ലേ? ചോര തിളക്കേണ്ട സാധാരണക്കാരന് ചോര തിളക്കണം. ഭരിക്കുന്ന ആളുകൾക്ക് എന്തിനു ചോര തിളക്കണേ? അവന് വിവേകമാണ് ആവശ്യം, അവന് വികാരമല്ല അവന് ഭരിക്കേണ്ടത്. ഇന്ന് കോന്നി MLA ഭരിക്കുന്നത് വികാരമാണ്. ആ വികാരം ജനവിരുദ്ധമായിട്ടുള്ള വികാരമാണ്. ജനങ്ങളെ മുച്ചൂടും നശിപ്പിക്കുന്ന വികാരമാണ്. ജനങ്ങളെ അക്രമത്തിലേക്ക് തള്ളിവിടുന്ന വികാരമാണ്. ആ വികാരം ഒന്നും എല്ലാവരുടെ ആവശ്യം. ഇവിടെ വിവേകമാണ് പ്രവർത്തിക്കേണ്ടത്. അയാൾ യഥാവിധി അയാൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തിയിട്ട് കുറ്റക്കാരാണെങ്കിൽ കുറ്റക്കാരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം. ഇവിടെ എൻ്റെ ആവശ്യം ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് മാത്രം നടപടി പോരാ, കോന്നി MLA സസ്പെൻഡ് ചെയ്യണം. അയാൾക്കെതിരായിട്ട് ക്രിമിനൽ കേസിന് അന്വേഷണം നടത്തണം. കത്തിക്കെന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് അയാൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. നക്സലുകളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാരുകൾ പെടാപ്പാട് വിടുകയാണ്. ആ സമയത്താണ് ഇയാൾ നക്സലുകളെ അയക്കുന്ന ഇയാൾ പറയുന്നത്. അപ്പൊ ഇയാൾക്ക് നക്സലുകളായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്, ഇയാൾ നക്സലാണോ എന്നാണ് എന്റെ സംശയം. അങ്ങനെയുള്ള ആൾക്കെതിരായിട്ടും ക്രിമിനൽ കേസ് ജാരി ചെയ്യണമെന്നാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം.